ശ്രീ ഡീൻ, ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇവരെല്ലാം എവിടെയാണുള്ളത്? വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഉടനടി മാറ്റും, അതിനുള്ള ക്രമീകരണങ്ങളായോ? 4 പേരെ പാല മാർസ്ലീബ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. 2 പേരെ ഇപ്പോൾ ഓൾറെഡി കൊണ്ടുപോയിരിക്കുന്നു. 2 പേരെ കൂടി കൊണ്ടുപോകാനുണ്ട്. ഏറ്റവും മാരകമായ പരിക്കേറ്റിയ 4 പേരിൽ 2 പേരെ കൊണ്ടുപോയി, ഇനി 2 പേരെ കൊണ്ടുപോകാനുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. ഈ പരിക്കിന്റെ ഒരു പരിക്കെങ്ങനെയാണ് ഡോക്ടർമാർ എന്താണ് പറയുന്നത്? നമ്മള് ഒരു ചീപ്പ് തലകീഴായി 38 ആഴ്ചയിലേക്ക് അത് പോന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ഗൗരവം ആക്സിഡന്റിലുണ്ട്. അപ്പൊ ആ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങേക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രാദേശികമായി സംസാരിക്കുമ്പോൾ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുന്ന സ്ഥലമാണോ? ചെങ്കുത്തായ ഒരു ചെരുവാണ്, മലഞ്ചെരുവാണ്. സെന്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന ഒരു കുരിശ് മല ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ 12 ആളുകളുള്ള ഒരു ജീപ്പ് കയറി പോയപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ്. അങ്ങിപ്പോൾ ആശുപത്രിയിലാണോ? ഞാൻ ആശുപത്രിയിലാണുള്ളത്. അതെ, ഇവരെല്ലാം എറണാകുളം സ്വദേശികളാണോ എല്ലാവരും? അവരുടെ എല്ലാം വിശദാംശങ്ങൾ അല്ല, അവരെ ഇവിടെ ഒരു കല്യാണത്തിന് വേണ്ടി അവർ വന്നതാണ്. അപ്പം പിറവത്ത് മണ്ണത്തൂരിലുള്ള ഒരു ഫാമിലിയും അതോടൊപ്പം തന്നെ ഇവിടെ ഇടുക്കിയിലുള്ള അവരുടെ സ്വന്തക്കാരും ചേർന്നാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയത്. അപ്പൊ 7 മുതിർന്ന ആളുകളും 5 കുട്ടികളുമാണ് ഈ ജീപ്പിലുണ്ടായിരുന്നത്. ഈ കുട്ടികളുടെ മരണപ്പെട്ട ആള് ചാറാമ്മ എന്ന് പറയുന്ന വ്യക്തി മണ്ണത്തൂർ സ്വദേശിനിയാണ്. കൊച്ചുകുട്ടി ഇടുക്കിയിൽ തന്നെയുള്ള ആളാണ്, നാരായണപുരത്തുള്ള ആളാണ്. മറ്റു കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? അവരെല്ലാം ഈ ആശുപത്രിയിൽ തന്നെയല്ലേ? കുട്ടികൾ എല്ലാവരും ഒരു കുട്ടിയെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു ഓൾറെഡി. ഇനി ഒരു കുട്ടിയെയും കൂടി പിന്നെ 2 മുതിർന്നവരെയും കൂടിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഏത് ആശുപത്രിയാണ്? ഇടുക്കി മെഡിക്കൽ കോളേജാണോ? മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും പാല മാർസ്ലീബ മെഡിസിറ്റിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറെ കൂടി സൗകര്യങ്ങളും ആശുപത്രി എന്ന നിലയിൽ അല്ലേ? അതെ അതെ. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. അവിടെ സ്വാഭാവികമായും അങ്ങ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട്. ജീപ്പ് മറിഞ്ഞ ഭാഗത്തുനിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. തലകീഴായി ജീപ്പ് മറിഞ്ഞു. വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു മരിച്ചു. 6 മാസം മാത്രം പ്രായമെന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം. ഒപ്പം ഒരു സ്ത്രീയും മരിച്ചിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവരാണ് ഈ ജീപ്പിലുണ്ടായിരുന്നത്. വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിന് ശേഷം മടങ്ങുന്നതിനിടയിൽ അപകടമുണ്ടായി എന്നാണ് MP ഉൾപ്പെടെ ഇപ്പോൾ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ജെയിനസ് രാജ് തുടരുന്നുണ്ട്. ജെയിൻ